ഇവരെ പിടിച്ച് മുറിവിൽ മരുന്നൊക്കെ വെച്ച് കൂട്ടിലിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം വന്ന് ഭക്ഷണം കൊടുത്ത് മരുന്നൊക്കെ അടിക്കുമ്പോൾ ഇവർ നല്ല സൈലൻ്റ് ആയിരുന്നു. മുറിവേറ്റ ഒരു ഡോഗും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇവനാണ് കേട്ടോ. ഇയാൾക്ക് മറ്റാളിൽ അത്രയ്ക്ക് മുറിവില്ല, എന്നാലും നല്ല മുറിവുണ്ട്. പക്ഷെ സഹകരിക്കുന്നില്ല, ഭയങ്കര പേടിയാണ് മനുഷ്യനെ. വൈകിട്ട് വന്ന് നോക്കുമ്പോൾ ഇവരെ കാണുന്നില്ല. കൂടിൻ്റെ മുകൾ വശത്ത് കൂടി ചാടിപ്പോയി. ഹൈറ്റ് ഉണ്ടായിരുന്നു എങ്കിലും അവർ ചാടി. കൂട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവരും വരും ട്ടോ ഭക്ഷണത്തിനായിട്ട്. അവരെ കിട്ടിയാൽ ഇടാനായിട്ട് കൂട് ഒന്നും കൂടി സെറ്റപ്പ് ആക്കണം. മുകളിൽ ഷീറ്റൊക്കെ അടിച്ചിന് ചാടിപ്പോവാതിരിക്കാനായിട്ട്. മുറിവ് കൂടുതലുള്ള ആൾ ആ പരിസരത്ത് തന്നെ ഉണ്ട്. ഇവർ കാണുമ്പോൾ ഓടി വരുന്നു, ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, മരുന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടേ, മുറിവ് നല്ല കുറവില്ല ആൾക്ക്. അങ്ങനെ പിടിക്കാനും മരുന്ന് വെക്കാനും എൻ്റെ സുഹൃത്തിനെ കൂടാതെ അവിടെ ഒരു ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ. ആളാ മുറിവിലെ പുഴുവിനൊക്കെ എടുത്ത് കളഞ്ഞ് പൊക്കി കൂട്ടി കൊണ്ടുവന്ന് കിടത്തി മുറിവിൽ സ്പ്രേയൊക്കെ അടിച്ച്. മണം കൊണ്ട് ആരും അടുക്കൂല. എന്നിട്ടും ഡോഗിനെടുത്ത് കൂട്ടിലൊക്കെ കൊണ്ട് കിടത്തിയ ചേട്ടൻ്റെ മനസ്സ് ഒരു രക്ഷയില്ല. ഫുഡ് കൊടുക്കാനൊക്കെ പ്രയാസമാണ്. ചാടിപ്പോണ കാരണം കൊണ്ട് ഇതേപോലെയൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കൂട് തുറന്നു കഴിഞ്ഞാൽ ആൾ ചാടിപ്പോവും. മുറിവ് പുറത്ത് കഴിഞ്ഞവൻ അയച്ചു വിടാം, പക്ഷേ ഇവൻ കൂട്ടി കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിടിച്ചിട്ടത് ഇഷ്ടാവാഞ്ഞിട്ട്. മറ്റേ മുറിവേറ്റ ഡോഗിനെ കിട്ടിയില്ല, ആളെങ്ങോട്ടോ പോയി. കുറേ തപ്പി നടന്നു, കിട്ടിയില്ല, ഒരു രക്ഷയില്ല. മുറിവിൽ നിന്ന് പുഴു എടുത്ത് കളഞ്ഞ ആ ചേട്ടനും